ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയൊരു നാടിനെ കരകയറ്റാൻ കഴിവില്ലാത്ത ഭരണകൂടം വിസ്മയമല്ല, ദുരന്തമാണ്. പെരുമഴയുടെ മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ച് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ സതീശൻ സർക്കാർ ഒരു നാടിനെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ദുരിതം വഹിച്ച് പെയ്യുന്ന മഴയിൽ മുങ്ങിത്താഴുകയാണ് സതീശൻ സർക്കാർ. മഹാപ്രളയങ്ങളിൽ, മഹാമാരികളിൽ തകർന്നു പോകാതെ കേരളത്തെ കാത്തതെങ്ങനെയെന്ന് കണ്ടവരാണ് നാം. മനുഷ്യരെ മാത്രമല്ല, മിണ്ടാപ്രാണികൾ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കാവലൊരുക്കിയ നാടിനെയാണ് വി ഡി സതീശൻ കൊഞ്ഞനം കാട്ടുന്നത്. വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ആ പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അല്പം പോലും ഉയർന്നിട്ടില്ലല്ലോ താങ്കൾ എന്ന് പറയേണ്ടി വരുന്നതിൽ ലജ്ജാവിവശരാകുകയാണ് മലയാളികൾ. ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ ഇടപെടലാണ് സർക്കാരിനെ വിലയിരുത്തുന്ന മാനദണ്ഡമെങ്കിൽ 0 മാർക്ക് വാങ്ങി പുറത്തിരിക്കേണ്ടി വരും സതീശൻ സർക്കാർ. നാടിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്ന സമയത്ത് വിരുന്നുണ്ട്, ഹെലികോപ്റ്ററിൽ നാട് ചുറ്റിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു താങ്കളെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. വാചകമടിയും നുണപറച്ചിലുമല്ല ഭരണമെന്ന് സതീശൻ സർക്കാരിൻ്റെ മഴക്കാല പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. മാറ്റത്തിനു വേണ്ടി ചെയ്തു പോയത് മഹാ അപരാധം തന്നെയെന്ന് പറയിക്കുകയാണ് താങ്കൾ. ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നു വിരുന്നിലെ വിസ്മയവും ഭരണത്തിലെ പരാജയവും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, CPIM നേതാവ്, കോൺഗ്രസ് നേതാവ് ബേസിൽ പാറേക്കുടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് 4 പേർക്കും. അവിടെ ഈ വെള്ളം കയറി കഴിഞ്ഞാല് രക്ഷപ്പെട്ടോണ്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. കേട്ടായിരുന്നോ വിഷ്ണുനാഥ്? കേട്ടായിരുന്നോ ബേസിൽ വിഷ്ണുനാഥ് പറഞ്ഞത്? കേട്ടിരുന്നോ? ഞാൻ നേരത്തെ ബേസിൽ പാറേക്കുടി, ഈ കഴിഞ്ഞ 4 ദിവസവും കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചത് ഈ സർക്കാർ എന്ത് ചെയ്യുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ എന്നാണ് ചോദിച്ചത്. ഏകോപനത്തിലെ വലിയ തരത്തിലുള്ള പരാജയം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താതെ ഇരിക്കുക, മുഖ്യമന്ത്രി, എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നുണ്ണാൻ പോയതടക്കം കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്തത്. ബേസിൽ പാറേക്കുടി, ഈ ഭരണകൂടം സതീശൻ സർക്കാർ ഈ മഴക്കാലക്കെടുതിയെ നേരിടുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ പറയുന്ന വി ഡി സതീശൻ സർക്കാർ ഈ മഴ കെടുതിയെ അതിജീവിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒന്നടങ്കം പറയുക എന്നൊക്കെ ആങ്കർ പറയണ്ടേ? ആരാണ് ആങ്കർ പറയുന്നത്? ആങ്കർ പറഞ്ഞല്ലോ കേന്ദ്രത്തിൽ നിന്നും ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ വന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ആങ്കർ പറയുമ്പോൾ നിങ്ങൾ വെറുതെ, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യണം, അത് ക്ലിയറായിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ലീഗ് വിരുന്ന് എന്ന് പറയുന്നൊരു സാധനം, അതായത് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ സമയത്ത് പിണറായി വിജയൻ ഈ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പിണറായി വിജയൻ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോയതുകൊണ്ടല്ല നിപ്പയും ഈ പറയുന്ന കോവിഡും ഈ പറയുന്ന പ്രളയവും കേരളത്തിന് മുന്നിൽ നിന്നും പോയത്. അതിന് വേണ്ട പ്രിക്വേഷൻസ് എടുത്തുകൊണ്ട് സർക്കാരാണ് വിരുന്നൊരുക്കിയതെങ്കിൽ, അല്ലെങ്കിൽ വി ഡി സതീശൻ ഒരുക്കിയ വിരുന്നാണെങ്കിൽ മനസ്സിലാക്കാം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ അതിന് ക്രിസ്റ്റൽ ക്ലിയറായി മറുപടി തന്നു. 3 മണിക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയത്. ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതിൽ എന്ത് തെറ്റാവുള്ളത്? എന്ത് തെറ്റാണ്? ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ വി ഡി സതീശൻ മുൻകൂട്ടി തീരുമാനിച്ച് വി ഡി സതീശൻ നടത്തിയ ഒരു ഇവന്റ് പ്രോഗ്രാം ആണെങ്കിൽ, വി ഡി സതീശൻ നടത്തിയ ഒരു വിരുന്നാണെങ്കിൽ, വി ഡി സതീശൻ നടത്തിയ ഇഷ്ടക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് വിഭവസമൃദ്ധമായിട്ട് നടത്തിയ ഒരു വിരുന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ല. ഒരു പാർട്ടിക്കാരൻ്റെ, ഒരു UDF കാരൻ്റെ, ഒരു ലീഗുകാരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ല, ഒരു തെറ്റുമില്ല. എന്ത് തെറ്റുള്ളത്? ഈ പറയുന്ന പോലെ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പിണറായി വിജയന്റെ നിരാഹാര സമരത്തിലൂടെ അല്ലല്ലോ കേരളത്തെ രക്ഷപ്പെടുത്തിയത്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയും UDF-ഉം ഈ പറയുന്ന UDF-ന്റെ സർക്കാർ മുന്നോട്ട് പോയി. അതായത് LDF ഇന്ന് പ്രതിപക്ഷത്തിരിക്കുക. ഒരുപാട് കുത്തിപ്പൊക്കലുകൾ കൊണ്ടുവന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കുത്തിപ്പൊക്കലുകൾ കൊണ്ടുവന്നു. PM-ശ്രീയുടെ വിഷയം കൊണ്ടുവന്നു. ഒപ്പിട്ട ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാല ഈ പ്രവർത്തനങ്ങൾ, മഴക്കെടുതി, അതിൽ എന്ത് നിലപാടാണ്, എന്ത് കാര്യമാണ് ചെയ്തതെന്നുള്ള ചോദ്യമാണ്. PMC അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങളെടുത്ത നിലപാട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പിന്നെ ബേസിൽ ഈ വിരുന്നുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാത്ത വി ഡി സതീശൻ തന്നെ പറഞ്ഞു 3 മണിക്ക് ആഹാരം കഴിക്കുന്ന ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്താണ് ആഹാരം കഴിക്കാൻ പോയെന്നുള്ള വിഷയം, അതാണ് വിഷയം. ഞങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. നമ്മളെല്ലാ കാലത്തും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇവിടെ വള്ളം തുഴഞ്ഞ് അവിടെ ചെന്ന് ആളുകളെ രക്ഷിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ എല്ലാ തരത്തിലുള്ള ഏകോപനവും നേതൃത്വം കൊടുത്തുകൊണ്ട്
അതിന് വേണ്ടുന്ന എല്ലാ വകുപ്പുകളും ഏകോപിപ്പിക്കുക, മന്ത്രിമാരെ വേണ്ടുന്ന രീതിയിൽ വിനിയോഗിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ മേഖലയിലൊന്നും, ആ മുഖങ്ങളിലൊന്നും വി ഡി സതീശനെ കണ്ടില്ല. ചിത്രങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ല രീതിയിൽ മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ 31-ാം തീയതി വി ഡി സതീശൻ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നുള്ള ഒറ്റ ചോദ്യമാണ്. ഇനി ഞാൻ ആൻസർ ചെയ്തോട്ടെ. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ഞാൻ ആൻസർ ചെയ്തോട്ടെ ഇനി. ഓക്കെ, അതായത് ഈ പറയുന്ന LDF എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ആങ്കർക്ക് അതിൻ്റെ അകത്ത് എന്തില്ല? ഈ പറയുന്ന ആങ്കർ പ്രക്ഷോഭം നടത്തിയിട്ട് കാര്യമില്ല. ആങ്കർ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. ആങ്കർ ഞാനത് പറയുന്ന ഉത്തരം വീര്യം കുറഞ്ഞ മദ്യത്തിനുൾപ്പെടെ കാര്യം വന്നപ്പോൾ അത് ആരാ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അത് ചീറ്റിപ്പോയി. പിന്നെ വിഴിഞ്ഞത്തിന് കാര്യം ചീറ്റിപ്പോയി. പിന്നെ ഹെലികോപ്റ്റർ കാര്യം പറഞ്ഞു, അതും ചീറ്റിപ്പോയി. ഇതുപോലെ അതായത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി, അതായത് എല്ലാ കളക്ടർമാരെയും വിളിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ വകുപ്പ് മന്ത്രിമാർക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മന്ത്രിമാർക്കും ജില്ലയുടെ ചാർജ് വഹിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ സംഭവം, അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ വി ഡി സതീശൻ എന്തായാലും പോയി തോണിയിൽ പോയി ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഈ സാധനത്തിന്റെ, അതായത് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഹെഡിലിരിക്കുന്നയാൾ, അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി, അദ്ദേഹം ആ ഡ്യൂട്ടി വളരെ കൃത്യമായി ചെയ്തു. AP അനിൽകുമാറിന്, കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ AP അനിൽകുമാറിന് ഇതിന്റെ ചുമതല കൊടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇന്നുൾപ്പെടെ AP അനിൽകുമാർ എത്തിക്കൊണ്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥ് ഉൾപ്പെടെ, പഴകുളം മധു ഉൾപ്പെടെ, അബിൻ വർക്കി ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർ ലിഫ്റ്റിംഗ് സൗകര്യം ഉൾപ്പെടെ AP അനിൽകുമാർ നേതൃത്വത്തിൽ എയർ ലിഫ്റ്റിംഗ് സൗകര്യം ഉൾപ്പെടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം, അപ്പോൾ ആ ദുരന്തത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസ് കൊടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കയ്യിൽ പറയാൻ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പൊതുജനം ഇങ്ങനെ പറഞ്ഞു, പൊതുജനം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് പറയുക? നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കുകയല്ല വേണ്ടത്. ബേസിൽ ചർച്ചയിൽ നമുക്ക് വളരെ, ഞാൻ പറഞ്ഞു ബേസിലിന്റെ പലപ്പോഴും ഞാൻ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേസിൽ ഈ വിഷയത്തിലേക്ക് വരാതെ വീട്ടിൽ പറയുന്ന PC വിഷ്ണുനാഥനെ പറഞ്ഞോണ്ടല്ലോ. PC വിഷ്ണുനാഥ് എന്തോ ചെയ്തു എന്നാണല്ലോ. PC വിഷ്ണുനാഥ് അല്ല ബേസിലെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. PC വിഷ്ണുനാഥ് ഇന്നേ പത്തനംതിട്ട പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ? ബേസിൽ കേട്ടിട്ടുണ്ടാകും. അതായത് അവിടെ ഈ വെള്ളം കയറി കഴിഞ്ഞാല് രക്ഷപ്പെട്ടോണ്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. കേട്ടായിരുന്നോ വിഷ്ണുനാഥ്? കേട്ടായിരുന്നോ ബേസിൽ വിഷ്ണുനാഥ് പറഞ്ഞത്? കേട്ടിരുന്നോ? അല്ല ഞാനല്ല, ഞാൻ നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ ഞാനല്ല മറുപടി ഉണ്ട്. ശ്രീ സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, സുരേഷ് ഡി സുരേഷ് കുമാർ ബേസിൽ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരെ ഏകോപനം നടത്തിയിട്ടുണ്ട്. എയർ ലിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്വം, തന്നിൽ അർപ്പിതമായി ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയ പക്ഷപാതിത്വം മാറ്റി നിർത്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും അറിയാം അദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രിയെ കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാക്കുന്നത്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന പ്രശ്നങ്ങളെ, ആ പ്രതിസന്ധിയെ മുറിച്ച് കടക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം വഹിക്കേണ്ടതാണ്. പാതിരാത്രി മഴ പെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കേരളത്തിൻ്റെ മധ്യഭാഗത്തുണ്ട്, എറണാകുളത്തുണ്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ദുരന്ത നടന്ന പ്രദേശത്തേക്കല്ല അദ്ദേഹം പോയത് നേരെ ഇതിന് വിപരീതമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. അദ്ദേഹം പങ്കെടുത്തത് ഔദ്യോഗികമായ, സർക്കാരിൻ്റെ ഔദ്യോഗികമായ പരിപാടികളിലല്ല. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലല്ല, പകരം അദ്ദേഹം നേരത്തെ ഏറ്റിരുന്ന സ്വകാര്യ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. ഇത് ഏത് താല്പര്യത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇവിടെ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അദ്ദേഹം നേരെ പോയത് സ്വകാര്യമായ പരിപാടികളിൽ പങ്കെടുത്തു, ഉച്ചയ്ക്ക് പോയി നന്നായി അദ്ദേഹം അത് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാനത് കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് ഓരോരുത്തരുടെയും ശീലമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്, ജനങ്ങൾ അവരവരുടെ ജീവന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരുന്നൊരു സന്ദർഭത്തിൽ ഏകദേശം അതിരാവിലെ തന്നെ അവിടെ ഒരമ്മയും മകനും മരണപ്പെട്ടു കോട്ടയത്ത്. ആ മകൻ്റെ മൃതദേഹം ആദ്യം കണ്ടെത്തി. അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടി വലിയ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തിറങ്ങി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? അതാണ് പ്രസക്തമായ ചോദ്യം.
ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റി കംപ്ലീറ്റ് കാര്യങ്ങളെയും ഏകോപിപ്പിച്ച് അതിന് നേതൃപരമായ പങ്ക് വഹിക്കേണ്ടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഭാഗത്തുണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആദ്യം സമ്മതിക്കണം. അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് അക്കാര്യത്തിനല്ല. അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ 1നും 2ലും 3ലും ഈ കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാണോ കേരളത്തിലെ മുൻകാല സ്ഥിതി? നിങ്ങൾ നോക്കൂ, ആ പ്രളയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി, അദ്ദേഹത്തെ ബാധിച്ചിരുന്ന രോഗാവസ്ഥ കേരളീയരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. 18 ദിവസക്കാലം ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് പോകാതെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് നിന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിവിധ ഘടകങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലെ പഞ്ചായത്തിലെയും അതിൻ്റെ ഉദ്യോഗസ്ഥരെയും ദൈനംദിനം, ഞാൻ അന്നൊരു പ്രധാനപ്പെട്ടൊരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്, അന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അല്ലാതെ ഫിസിക്കലായി നിരവധിയായിട്ടുള്ള യോഗങ്ങൾ വെച്ചുകൊണ്ട് സസൂക്ഷ്മം ഏതെല്ലാം മേഖലയിൽ തങ്ങളുടെ ശ്രദ്ധ എത്തിച്ചേരണം അവിടെയെല്ലാം ആ ശ്രദ്ധ എത്തിച്ചേർന്നുകൊണ്ട് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ച് കരകയറ്റിയതിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം, പ്രീവിയസ് ഹിസ്റ്ററി കേരളത്തിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുണ്ട്. അവിടെയാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറക്കുന്നതിനോ എവിടെയെങ്കിലും പോയി വിരുന്നുണ്ണുന്നതിനോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുലാഭാര നേർച്ചയെക്കുറിച്ചോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഓരോരുത്തരുടെയും ശീലമാണ്. ഇവിടെ വളരെ സിമ്പിളായി പറയാം, ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. ഇവിടെ നന്നായി മനോഹരമായി കേരളത്തിലെ ജനതയെ ഇത്തരത്തിലുള്ള കരുതലോടുകൂടി കാത്തു സംരക്ഷിച്ചൊരു ഗവൺമെൻറ് ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ചരിത്രമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പലപ്പോഴും ഇത്തരം കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അന്ധമായ രാഷ്ട്രീയം പറയുന്നത്? നമ്മളൊരു വലിയ ഭീതിതമായ ഒരു സാഹചര്യത്തിന് മുന്നിലല്ലേ? എന്തിനാണിത് പറയുന്നതെന്ന് അറിയാമോ? ഇത് രാഷ്ട്രീയ വിമർശനമാണ്. നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കും. അവിടെയാണ് നിങ്ങളുടെ പരിഗണന ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമല്ല, മറിച്ച് നിങ്ങളുടെ സൗഹൃദങ്ങൾക്കും അവരുടെ ജുവലറി ഉദ്ഘാടനത്തിനും അവരുടെ വിരുന്നുണ്ണലിനുമായി നിങ്ങൾ മാറ്റിവെക്കപ്പെടുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയമായി ആക്രമിക്കപ്പെടും. അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നവരാണ് ഇടതുപക്ഷക്കാരെന്ന ഒരു വല്ലാത്ത നിലയിലുള്ള ചാപ്പ കുത്താനുള്ള പരിശ്രമം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഗ്രാമാന്തരങ്ങളിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയിലടക്കം വരുന്നത്. അവിടെ ഞങ്ങളുടെ DYFIയുടെ പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ, NGO യൂണിയൻ്റെ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രംഗത്തിറങ്ങി അവിടെ എത്തിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചുകൊണ്ട് ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുണ്ടായ ഉടൻ തന്നെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രപ്രസ്താവന നടത്തി. അടിയന്തരമായി ഈ പാർട്ടിയിലെ മുഴുവൻ സഖാക്കളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രംഗത്തിറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ദിവസം കഴിഞ്ഞ് 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലോ മറ്റ് വെബ്സൈറ്റുകളിലോ ഈ ദുരന്തത്തിൻ്റെ തീവ്രതയെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും പ്രവർത്തനത്തെ സംബന്ധിച്ചോ ഒരു വരി അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം. ഇത് മന്ത്രിമാരെ, വകുപ്പ് മേധാവികളെ, ഉദ്യോഗസ്ഥരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒക്കെ ഏകോപിപ്പിച്ച് നടത്തേണ്ടുന്ന യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്നുള്ളതാണ് എന്റെ അല്ല, താങ്കൾ പറഞ്ഞു തന്നെയാണ് ആ ചോദ്യവും. അതുതന്നെ ഈ പ്രയോറിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ബേസിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ആഹാരം കഴിക്കുക, അതിലേക്ക് ഞാൻ ചർച്ച പോകുന്ന കാര്യമില്ല. ആഹാരം കഴിക്കേണ്ടത് 3 മണിക്ക് കഴിക്കണം, 2 മണിക്ക് കഴിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. ബേസിലേക്ക് തിരികെ ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അപ്പർ കുട്ടനാട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് താങ്കൾ ഈ ചർച്ചയിലെ താങ്കളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നത്. എന്താണ് അപ്പർ കുട്ടനാട്ടിൽ നടന്നത്? ഈ വെള്ളപ്പൊക്കത്തിന്, ഈ മഴക്കെടുതിയുടെ സമയത്ത് ഈ സർക്കാർ എന്ത് ചെയ്തു? അവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നോ? ഈ പറയുന്ന പോലെ നേരത്തെ സുരേഷ് കുമാർ ചോദിച്ച പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും PD സതീശന് ഇടാൻ കഴിഞ്ഞോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം എല്ലാ പ്രവർത്തകരും ആഹ്വാനം ചെയ്തുകൊണ്ടിട്ടു, നിങ്ങൾ ഈ മഴക്കാലക്കെടുതി പ്രവർത്തനങ്ങളിൽ വ്യാപകമായി പങ്കാളികളാവുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക. KPCCയുടെ വകയായി എന്തെങ്കിലും വന്നോ? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നു. അതല്ലാണെന്ന് കേട്ടെ, താങ്കൾ എങ്ങനെയാണ് ഈ കുട്ടനാടിൻ്റെ ഒരു സാഹചര്യം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്? സിജു, ഞാൻ അപ്പർ കുട്ടനാടല്ല,
കോർ കുട്ടനാട് എന്ന് പറയുന്നത് സെൻട്രൽ കുട്ടനാടാണ്. യെസ് യെസ്. കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദേശക്കാരനാണല്ലേ, ഏത് പ്രദേശത്തുകാരനാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടനാട്ടിലേക്ക് വെള്ളം, കിഴക്കൻ വെള്ളം എന്ന് ഞങ്ങൾ പറയുന്ന, കുട്ടനാട്ടുകാർ പറയുന്ന, ആലപ്പുഴ ജില്ലക്കാർ പറയുന്ന പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല എന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പൊ ആ 4 നദികളിൽ നിന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയുടെ ഒരു ഭാഗം, ഈ പിന്നെ ആലപ്പുഴയിൽ തന്നെയുള്ള വെള്ളം ഒക്കെ കൂടെ പെയ്ത്ത് വെള്ളം ഇറങ്ങിയാണ് കുട്ടനാട്ടിലേക്ക് ഇടിഞ്ഞു വരുന്നത്. അതിപ്പോ എത്തി തുടങ്ങിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടുതൽ തീവ്രമായിട്ടത് വരും എന്നുള്ളതാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെയാണ് ഇത്. ഇവിടെ ഇപ്പൊ ഈ പ്രശ്നത്തിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ 1ാമത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ഒക്കെ ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഈ കൂട്ടർ സിജു അടക്കം ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ അകത്ത് കൃത്യമായ ഏകോപനമില്ല, ഗുരുതരമായ അനാസ്ഥ നിലനിൽക്കുന്നു. ഈ 2 കേന്ദ്ര പ്രശ്നങ്ങളാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉടനീളം കാണാനാവുക. അത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് ബോധ്യപ്പെടുത്താം. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ദുരിതമയമായ സാഹചര്യം നിലനിൽക്കുന്നത്. ആ ജില്ലയുടെ മന്ത്രി PC വിഷ്ണുനാഥാണ്. സാംസ്കാരിക വകുപ്പും ടൂറിസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ആ മന്ത്രി പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയാണ്, ഇന്ന് രാത്രി മിന്നൽ പ്രളയം ഉണ്ടാവും. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല, ഇന്നലെ രാത്രി മിന്നൽ പ്രളയം ഉണ്ടാവും പത്തനംതിട്ടയിൽ, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ നേരിയ ജാഗ്രത കുറവ് പോലും ഉണ്ടാകില്ലല്ലോ സിജു. അത് ആ നിലയിൽ തന്നെ കണ്ടു. പക്ഷേ പിന്നീട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെ കോട്ട് ചെയ്താണ് മന്ത്രി പറയുന്നത്. അതെ, കാലാവസ്ഥ വിഭാഗത്തിന്, കാലാവസ്ഥാ നിരീക്ഷണത്തിനെ കോട്ട് ചെയ്താണ് PC വിഷ്ണു എന്ന മന്ത്രി ഈ മുന്നറിയിപ്പ് ജനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അവര് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ അങ്ങനെ തെറ്റായി കോട്ട് ചെയ്യുന്നത് ശരിയല്ല. മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും 6 മണിക്കൂർ നേരത്തെ പ്രധാനപ്പെട്ട ഒരു അലേർട്ട് എന്നുള്ളതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് IMD പറയുകയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിൽ വളരെ 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 നിരുത്തരവാദപരം എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യനെ പരിഭ്രാന്തിയിലാഴ്ത്തുന്ന ഇത്തരം ഒരു നിലപാട് നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്ന് പരസ്യമായി വാർത്താ സമ്മേളനം വഴി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഏകോപനമില്ലായ്മ, കോർഡിനേഷൻ ഇല്ലായ്മ. അതാണ് പ്രശ്നം. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണെന്ന്, ഈ ദുരന്തം കോർഡിനേറ്റ് ചെയ്യേണ്ടത് നിസ്സംശയം പറയാം, അടിവരയിട്ട് പറയാം, അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ സംസ്ഥാന മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ അല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹം അവിടെ കോർഡിനേറ്റ് ചെയ്യാനില്ല, തലസ്ഥാന ജില്ലയിൽ ഇല്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ഏകോപനമില്ലായ്മ എന്ന് പറയുന്നത്. ഇത് പറയണ്ടേ? അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ആരും നോക്കാനുണ്ടായില്ലെന്നോ, അവിൻവർക്കി നോക്കിയില്ലെന്നോ, മറ്റേതെങ്കിലും MLA നോക്കിയില്ലെന്നോ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ അഭാവത്തിൽ പോലും ബാക്കിയുള്ള രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, ഇതിനൊരു ഏകോപനമില്ല. അതുകൊണ്ട് എന്താണ്, ഒരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു പാണ്ടനാട് സ്കൂള്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എന്താ സംഭവിച്ചേ? പാണ്ടനാട് സ്കൂളിൽ വെള്ളം കയറി. ഏതാ ആൾക്കാര് താമസിക്കുന്നിടത്ത് വെള്ളം കയറി. ഏകോപനമില്ലായ്ക്ക് മറ്റൊരു കൊടിയ ഉദാഹരണം. ഇങ്ങനെ എത്രയെങ്കിലും പറയാനുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞാൽ 6 ലക്ഷത്തോളം ഈ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും കറണ്ട് ഇല്ല. ഏകോപനമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതാണ് നാഥനില്ല കളരിയായി മാറുന്നതിന്റെ ഇതിനേക്കാളും വലിയ സാക്ഷ്യപത്രങ്ങൾ എന്തെങ്കിലും വേണമോ? ഇതേ ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഇവിടെ ആരും അത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ പറയുന്നില്ല. CM ജയചന്ദ്രൻ നേരത്തെ ഒരുപക്ഷെ D സുരേഷ് കുമാർ അടക്കം പറയാതിരുന്ന ഈ നാഥനില്ല കളരി എന്ന് പറയുന്ന ഒരു വാക്ക്, അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഒരു വാചകം.
അതുതന്നെയാണ് പ്രധാന പ്രശ്നം. ശ്രീ രതീഷ് ചക്രവാണി, ഒരുപക്ഷെ നമ്മൾ കേരളീയർക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ 3.5 കോടി ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. കണ്ട് പരിചയിച്ചതാണ് കഴിഞ്ഞ 10 വർഷക്കാലം. 2018 വലിയ പ്രളയം, അതിനെ എങ്ങനെയാണ് നേരിട്ടത്? കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഏകോപനം നടത്തിയത്? ഏതൊക്കെ തരത്തിലാണ് ഇടപെട്ടത്? അർദ്ധരാത്രിയിലും വന്ന് ഉണർന്നിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിന് തന്നെ പഠിക്കാവുന്ന തരത്തിലേക്ക് ഒരു മാതൃക നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇത് LDF സർക്കാർ ചെയ്തു വെച്ച ഈ നല്ല കാര്യമായ ഒരു കാരണവശാലും ഞങ്ങളത് പിന്തുടരില്ല. ഇത്തരത്തിലൊരു പ്രളയം കേരളത്തിലെ മാറി വരുന്ന കാലാവസ്ഥയുടെ രീതികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികൾ നല്ല രീതിയിൽ ബോധവൽക്കരണം ഉള്ളവരാണ്. അവിടെ നിന്നുകൊണ്ടാണ് VD സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിലടക്കം നിന്ന് വാചകമടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത്. ആ ബെഞ്ച് മാർക്ക് നമ്മൾ കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാമത്. അവിടെ ഈ പറ്റിക്കൽ നടത്തുന്നത് മനുഷ്യന് മനസ്സിലാവില്ലേ? ഈ പരിഹാസ്യനാവുകയല്ലേ ഈ VD സതീശൻ? കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞിരുന്നു, പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഉണർന്നെണീക്കുകയും അവരെല്ലാം ഇത്തരം ദുരിതബാധിതരുടെ അടുത്തേക്ക് തന്നെ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയും അതിൽ തന്നെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പഴയ വസ്ത്രങ്ങൾ കൊടുക്കല്ലേ, പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതുപോലും ജനങ്ങൾ ശിരസാ വഹിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് പോലും കാണാനില്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് അത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ഇല്ല. ഈ കഴിഞ്ഞ 2 ദിവസവും ഞാനും ജയചന്ദ്രൻ സാറൊക്കെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയിട്ടുള്ള പാളിച്ചകളെക്കുറിച്ച്, മൂഴിയാറ് ഡാം തുറന്നു വിട്ടപ്പോൾ മുൻകരുതൽ എടുക്കാത്തതിനെക്കുറിച്ച്, അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി ഗൗരവമുള്ള 1-2 കാര്യങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് അതിലൂടെയെങ്കിലും അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുമെന്നാണ്. പക്ഷേ തിരുത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ പച്ച നുണ പറഞ്ഞുകൊണ്ട് കേരളത്തെ പറ്റിക്കുകയാണ് ചെയ്തത് എന്നുള്ളതിന് ഞാൻ ഉദാഹരണങ്ങൾ പറയാം. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ, നമുക്ക് അത്തരത്തിൽ IMDക്കൊക്കെ തന്നെ ലിമിറ്റേഷൻ ഉണ്ട്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ലിമിറ്റേഷൻ ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും ഒരു നടപടികൾ എടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല എന്നാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ വളരെ അലംഭാവത്തോടുകൂടി അവിടെ നിന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു റിപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. അത് 31/7/2026, അതായത് ഇത് തുടങ്ങുന്ന ദിവസം 3 മണിക്ക് വൈകുന്നേരം IMD പുറപ്പെടുവിച്ച പ്രസ് ബുള്ളറ്റിനാണ്. ആ പ്രസ് ബുള്ളറ്റിൽ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വിഷയം കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. 4 പേജുള്ള റിപ്പോർട്ടാണ്, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അതിൽ പറയുന്ന ഏറ്റവും ഒരു ചെറിയ വരി കൂടി വായിക്കാം. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന തലങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപ് മേഖലയിലും ശക്തമായ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ വീശുന്നു. ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ 24 മണിക്കൂറിൽ 7 അല്ലെങ്കിൽ 13 സെൻറ്റിമീറ്റർ വരെ, അത്യന്തം കനത്തതോ അതായത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്റർ വരെ ആയ മഴയ്ക്കും ഓഗസ്റ്റ് 2 കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിലെ കാര്യം തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ്റിന് നൽകിയിട്ടും നമ്മളത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം സംശയം. മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതായത് വൈകുന്നേരം 3 മണിക്ക് കിട്ടുന്ന റിപ്പോർട്ടാണെങ്കിൽ നമുക്ക് രാത്രി 11 മണിയോടെയാണ് മഴ കനത്തതെങ്കിൽ, നമ്മൾ റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചതെങ്കിൽ നമുക്ക് എത്രത്തോളം സമയമുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാതെ അത്യന്തം നിരാശാജനകമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ ഗവൺമെൻറ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് മറന്നുപോകരുത്. യഥാർത്ഥത്തിൽ താങ്കളിവിടെ പറഞ്ഞതുപോലെ ജോസഫ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി ആക്സിഡൻറ്റ് പറ്റി കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിലോടുകൂടി ഒലിച്ചു പോവുകയും മണ്ണിനടിയിൽ പെടുകയും ഏറ്റവും ഒടുവിൽ ഡെഡ് ബോഡി കിട്ടുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ അമ്മയായിട്ടുള്ള റെജീനയെ തേടി ഈ നാട് മുഴുവൻ തിരയുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രൈവറ്റ് പരിപാടികളിൽ, സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ പരിപാടികളിൽ റദ്ദ് ചെയ്യാൻ കഴിയാത്ത, മുൻഗണനാക്രമത്തിൽ അത് റദ്ദ് ചെയ്ത് ഈ പറയുന്ന കേരളത്തിലെ ദുരിതാശ്വാസത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു റദ്ദ് ചെയ്യാൻ കഴിയാത്ത
പരിപാടികൾ എന്നുള്ളതാണ്. അതിന് അദ്ദേഹം എന്ന് പറയുന്ന വാചകം, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇതൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ചോദിച്ചു ഞാൻ വരണോ എന്ന് ചോദിച്ചു, അപ്പോൾ അവരാരും പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റികളിൽ ഏറ്റവും ആദ്യം ജ്വല്ലറിയുടെ ഉദ്ഘാടനമായിരുന്നു. കാരണം അവരെയൊന്നും വിഷമിപ്പിക്കരുത്, പകരം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പ്രാണനും പിടിച്ച് നെട്ടോട്ടം ഓടുകയും യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലിൽ ഈ പറയുന്ന പോലെ ഒലിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എന്നെ ഞെട്ടിച്ച മറ്റു 2-3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം സാധാരണ ഒരു പത്രസമ്മേളനത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ, കഴിഞ്ഞ പത്രസമ്മേളനങ്ങൾക്ക് ചെയ്ത പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യാസമുണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹം പറയുന്നൊരു വാചകം, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്നും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നാണ് ഒന്ന്. രണ്ടാമത്തെ വാചകം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകനോട് ഇയാളുടെ വിഷമം ഞാൻ തീർക്കട്ടെ എന്നുള്ളതാണ്. എന്തൊരു ഭാഷയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത്! എന്തൊരു ഉത്തരവാദിത്തപരമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കല്ല് വെച്ചൊരു നുണ കൂടി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എടപ്പള്ളി ജംഗ്ഷനിൽ ഇതുപോലെ തന്നെ അതിതീവ്ര മഴയുണ്ടായിട്ടുണ്ടെന്നാണ്. അത് ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളാണ്, എനിക്കറിയില്ല അത്തരത്തിൽ എപ്പോഴാണ് തീവ്ര മഴ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് പറവൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 75,000 പേരുടെ ക്യാമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളത് 2 ലക്ഷത്തോളം വോട്ടുകളാണ്. അതിൽ പകുതിയോളം പേരുടെ ക്യാമ്പുകൾ അദ്ദേഹം നടത്തിയെന്നും അദ്ദേഹം കൊടുങ്ങല്ലൂരിലും നോർത്ത് പറവൂരിലും അതുപോലെ എറണാകുളം മാർക്കറ്റിലൊക്കെ ചെന്ന് കടമായി ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് അവരെ ഊട്ടിയെന്നും അവർക്ക് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ലാസ്റ്റത്തെ ഒരു നമ്പർ കൂടി ഇറക്കി. അത് കഴിഞ്ഞ മുഖ്യമന്ത്രി നിരാഹാരം കിടന്നാണ് പ്രളയത്തെ നേരിട്ടത് എന്നെനിക്കറിയാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതായത് ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിസാരവൽക്കരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ എല്ലാം ഭദ്രമാണ്, എല്ലാം സുഭിക്ഷമായി നടക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല, 316 ക്യാമ്പുകളിലായി 11,018 പേരുണ്ട്, അവരെല്ലാം നന്നായി നടക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ നിരുത്തരവാദപരമായി ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ചീഫിന് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറഞ്ഞ ബേസിൽ. ഇവിടെ ഈ സംസാരിച്ച 3 പേരും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ആദ്യം D. സുരേഷ് കുമാർ പറഞ്ഞു തന്നെയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി, അതായത് നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ 31 മുതൽ ഈ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആ മരിച്ച 2 പേരുടെ ആ ഒരു കുട്ടിയുടെ വിവരങ്ങളൊക്കെ അടക്കം ഇപ്പോൾ രതീഷ് ചക്രവാണി അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവം എന്ന് പറയുന്നത്, ലീഡർഷിപ്പിൻ്റെ അഭാവം. മൂന്നാമതാണ് MJ ചന്ദ്രൻ സാർ ചൂണ്ടിക്കാട്ടിയതിൽ ഏകോപനമില്ലായ്മ. ഇത് 3ഉമാണ് കേരളം കണ്ടത്. ഇത് മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്തതുമാണ്. ഇവിടെ മുമ്പ് നല്ല രീതിയിൽ ഏകോപനം കണ്ടിട്ടുണ്ട്, നല്ല ലീഡർഷിപ്പ് കണ്ടിട്ടുണ്ട്, നല്ലതുപോലെ ജനങ്ങളെ കരുതിയത് കാണുകയുടെ പ്രയോറിറ്റി ജനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ ഭരണം പരാജയപ്പെട്ടിരിക്കുന്നത് ബേസിലെ. ബാക്കിയുള്ള എല്ലാ പാനലിസ്റ്റ് പ്ലസ് ആങ്കർ, ഈ 4 പേർക്കും എനിക്ക് ഉത്തരം നൽകണമുണ്ട്. ദൈവത്തോട് തന്നിരിക്കുന്ന സമയം, എനിക്ക് 2-3 മിനിറ്റ് മതി, തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് കയറരുത്, ഒരു അപേക്ഷയായിട്ട് എടുക്കുക. കാരണം ആജ്ഞാപിച്ചു കൊണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ കേൾക്കില്ല. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നില്ല. ആദ്യം പറഞ്ഞാൽ ചോദിക്കും, ഞാനത് നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ എല്ലാ ആശങ്കയ്ക്കും ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം ദ ആൻസറബിൾ പേഴ്സൺ, ഞാൻ ഉത്തരം നൽകിക്കോളാം. അപ്പോൾ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറഞ്ഞില്ല എന്ന് പറയും. ഒരു മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു CM ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട്, ജില്ലാ കളക്ടർമാരെ വിളിച്ചുകൊണ്ട്, അവിടെയുള്ള MLA-മാരെ വിളിച്ചുകൊണ്ട്, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരുക്കുന്ന കാര്യത്തിൽ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ചെയ്ത പങ്ക്, അതിനെ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ വന്നിട്ട് വർത്താനം വേണ്ടിയല്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി അദ്ദേഹം കൃത്യമായി ചെയ്തു. കൃത്യമായി ചെയ്തു എന്ന് പറഞ്ഞാൽ മഴക്കെടുതിയിൽ ക്യാബിനറ്റ് കൂടി സർക്കാർ എടുത്ത തീരുമാനം എന്താണ്? അതായത് ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായം സർക്കാർ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് 10,000 രൂപ വീതം ഓരോ കുടുംബത്തിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വീടുകൾക്ക് ശുചീകരണമായിട്ട്, അതായത് ക്യാമ്പുകളിൽ നിന്നും മടങ്ങുന്ന കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകുവാനായിട്ട് തീരുമാനിക്കുന്നു. ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിൽ 2 പേർക്ക് വീതം, അതായത് ഒരു റേഷൻ കാർഡിൽ 2 പേർക്ക്
പേർക്ക് വീതം 300 രൂപ വീതം നൽകുവാനായിട്ട് തീരുമാനിക്കുന്നു. പുനരധിവാസത്തിന് സ്ഥലം വാങ്ങുന്നതിന്, വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അത് 12 ലക്ഷം രൂപയായിട്ട് എന്ത് ചെയ്യുന്നു, ഉയർത്തുന്നു. വീട്, അതായത് സ്ഥലമുണ്ട്, വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ അവർക്ക് വീട് വെക്കുന്നതിന് എന്ത് ചെയ്യുന്നു, 6 ലക്ഷം രൂപയുടെ സഹായം നൽകും. കൃഷി നാശത്തിന് എന്ത് ചെയ്യും, ഇപ്പോഴുള്ള നഷ്ടപരിഹാര തുക എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അല്ലാതെ, ഇനി എൻ്റെ ഇടയ്ക്ക് കയറുമെന്ന് ഞാൻ പറയാനുള്ള കാരണം, അല്ലാതെ പിണറായി വിജയനെ പോലെ ലീഡർഷിപ്പ് ഇല്ല എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ ലീഡർഷിപ്പ് ശരിയായിരിക്കും. പിണറായി വിജയന്റെ ലീഡർഷിപ്പിൽ ഈ പറയുന്ന ഇടുക്കിയിലെ മിലിന്ദ് സോമൻ പങ്കെടുത്ത ഒരു 20 കിലോമീറ്റർ കൂട്ടയോട്ടം നടന്നിരുന്നു. ആ കൂട്ടയോട്ടത്തിന്റെ ചെലവ് 91 ലക്ഷം രൂപ. മിലിന്ദ് സോമൻ വന്നത് പ്രതിഫലം വാങ്ങാതെ, ചെലവ് 91 ലക്ഷം രൂപ. എന്തായാലും കപ്പലണ്ടി വാങ്ങിയതല്ലോ 91 ലക്ഷം രൂപയ്ക്ക്, പച്ചവെള്ളം വാങ്ങിയതുമല്ല 91 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ അയ്യപ്പ സംഗമം നടത്തിയത് കോടികൾ മുടക്കി, മരുമോന് ഹൈവേയുടെ റീൽസ് എടുക്കാൻ മുടക്കിയത് കോടികൾ മുടക്കി, റോഡുകളിൽ സൈൻ ബോർഡ് വെക്കാൻ LDF അല്ലാതെ മറ്റാരും എന്ന് പറഞ്ഞ് സൈൻ ബോർഡ് വെക്കാൻ ചെലവഴിച്ചത് കോടികൾ. ഇതുപോലെ പൊതുഖജനാവിൽ നിന്നും പണമെടുത്ത് സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിലേക്ക് കൈയിട്ട് വാരിയ ഗവൺമെന്റും കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ലീഡർഷിപ്പ് അല്ല ഇന്ന് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ലീഡർഷിപ്പ്. പിന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് പറയണമെന്നേ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം LDF കുപ്രചരണങ്ങൾ കൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു കുപ്രചരണങ്ങൾ കൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ടതാരാന്ന് ഒറ്റ ചോദ്യം കൊണ്ട് നിങ്ങളുടെ PM ശ്രീ തീർന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവന്നപ്പോൾ അതിന് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ അവിടെ കൊണ്ട് നിങ്ങളുടെ ചോദ്യം തീർന്നു. അതുപോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്തിനാ, ഇന്ന് മുഖ്യമന്ത്രി എന്തിനാ ഉപയോഗിച്ചത്? പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അതിന്റെ മറുപടി പറയാൻ D സുരേഷ് കുമാർ ഉണ്ട്. പാർട്ടി സമ്മേളനത്തിനാണോ ഇവിടെ ഹെലികോപ്റ്റർ വെച്ചെന്ന് പറയാൻ D സുരേഷ് കുമാർ ഉണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ബേസിൽ അതായത് അമ്മായിയപ്പനെ കാണാൻ 2 തവണ ഹെലികോപ്റ്റർ കൊണ്ടുപോയത് ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിയപ്പോഴേ അവിടെ പോയിരുന്ന വിരുന്നുണ്ട്, പൊന്നാനിയിലെ വിരുന്നുണ്ട്, ജനങ്ങൾക്കറിയാം. അതുപോലെ ഈ കള്ളം പറഞ്ഞു പോകരുത് ബേസിൽ. ശ്രീ D സുരേഷ് കുമാർ, താങ്കൾക്ക് പറയാം, ഈ കള്ളങ്ങൾ താങ്കൾക്ക് 3 മിനിറ്റ് തന്നു, താങ്കൾക്ക് 3 മിനിറ്റ് താങ്കൾക്ക് തന്നു, ഞാൻ 3 മിനിറ്റ് താങ്കൾക്ക് തന്നു. ഈ PM ശ്രീ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. PM ശ്രീ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാ തരത്തിലും. PM ശ്രീ നാണം കെട്ട് നിൽക്കുകയല്ലേ ബേസിൽ നിങ്ങൾ, ഞാനല്ല. ശ്രീ D സുരേഷ് കുമാർ പറയാം. അല്ല ഹെലികോപ്റ്ററിന്റെ കള്ളം പറയുമ്പോൾ മറുപടി D സുരേഷ് കുമാർ പറയണ്ടേ? അത് D സുരേഷ് കുമാർ മറുപടി പറയണ്ടേ? ഹെലികോപ്റ്ററിന്റെ കള്ളമാണ് പറഞ്ഞെങ്കിൽ ശ്രീ D സുരേഷ് കുമാർ. വാചാലനായത് മുഴുവനും ലീഡർഷിപ്പിനെ സംബന്ധിച്ചാണ്. ഒരു നാട് പ്രതിസന്ധിയിലാകുമ്പോൾ ഞാൻ കളക്ടറോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, സാറ് ഊണ് കഴിക്കാൻ പൊക്കോളൂ, സാറ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പൊക്കോളൂ, സാറ് കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാൻ പൊക്കോളൂ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഗതികേട്. ഒരു നാട് ദുരന്തത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ലീഡർഷിപ്പ് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ചാണ് 2 സർക്കാരുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. എന്തായിരുന്നാലും ശരി, അമ്മാവൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ ഹെലികോപ്റ്ററും എടുത്ത്, ജനങ്ങളുടെ നികുതി പണത്തിലെ ഹെലികോപ്റ്ററും എടുത്ത് പോകേണ്ടുന്ന ഗതികേട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMCയെ എടുത്ത് കടലിലെറിയും, ആ കടലിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിൽ മുങ്ങിത്തപ്പി എടുത്തോളൂ എന്ന് പറഞ്ഞ ലീഡർഷിപ്പിനെയാണ് ഞങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാം മറച്ചു പിടിച്ചിട്ട് നിങ്ങൾ എത്ര കാലമായി ഇവിടെ ഇല്ലാ കഥകൾ വളരെ കൃത്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അത് ആ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ജനങ്ങൾ, സാധാരണക്കാർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം വഹിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അദ്ദേഹം ആ സമയത്ത് ജ്വല്ലറിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കുഴിമന്തി കഴിക്കലിൻ്റെയും തിരക്കിലായിരുന്നു എന്നുള്ളത് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ ഞാനിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവിടെ മുതലപ്പൊഴിയിൽ 5 സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, മുഴുവൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവിടെ നിന്നുകൊണ്ട് ആ ദുരന്തബാധിത പ്രദേശത്ത് നിൽക്കുമ്പോൾ അവർക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നുവെങ്കിൽ ആ തകർന്ന വള്ളവും അതിൻ്റെ അവശിഷ്ടങ്ങളും ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പ്രയോറിറ്റി എന്തിനാണ്? അമ്മാവൻ്റെ രോഗവിവരത്തിനാണ്. നാണമില്ലേ? ഒരല്പമെങ്കിലും നാണമുള്ള, ഉളുപ്പുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? അങ്ങനൊരു പ്രശ്നമുണ്ടായാൽ അവിടെ കോടിയെത്തുക എന്നുള്ളതാണ്
ജനങ്ങൾ ദുരന്തം അനുഭവിക്കുന്ന ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടത്. അത് ചെയ്യാതെ അമ്മാവൻ്റെ രോഗവിവരം അന്വേഷിച്ച് പോയതിനു ശേഷം ഇവിടെ വന്നു നിന്ന് ന്യായീകരിക്കുകയാണ്. ഇതാണ് ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നിങ്ങളും ഭക്ഷണം കഴിച്ചില്ലേ? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഊണും ഉറക്കവും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിച്ച് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ, അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഈ ദുരന്തബാധിത പ്രദേശത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചത്. അന്നത്തെ ചിത്രങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം ഈ നാടിനുണ്ടെന്നേ. ആ ചരിത്രം മറച്ചു പിടിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. മന്ത്രി പറയുന്നത് എന്താണെന്നോ, ഞാൻ കളക്ടറോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, സാറ് ഊണ് കഴിക്കാൻ പൊക്കോളൂ, സാറ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പൊക്കോളൂ, സാറ് കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാൻ പൊക്കോളൂ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഗതികേട് ഇതിൽ പരം തരം താഴാൻ കഴിയുമോ? ഇതിൽ പരം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളെ അങ്ങോട്ട് കയറി വിരട്ടുകയാണ്. നിലവാര തകർച്ചയുടെ അങ്ങേ അറ്റത്തെ രൂപമാണ് നമ്മളിപ്പോൾ, ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ പറയും ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമാണ്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ ആക്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമല്ല, മറ്റുള്ളവർ പറയുന്നതിൽ രാഷ്ട്രീയം മാത്രം നോക്കിക്കാണുന്ന ഗതികെട്ട ഒരാളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയെങ്കിലും വരും ദിവസങ്ങളിലെങ്കിലും ഈ ദുരന്തബാധിതരെ സഹായിക്കാൻ, ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവലോകന യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ടോ? ഇന്നെന്തോ കൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണത് പുറത്തുവിടാത്തത്. അതിനുശേഷം പ്രഖ്യാപിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് മഹാകാര്യങ്ങളായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ദുരന്തം നടക്കുന്ന സന്ദർഭത്തിൽ ആ രാത്രി നടന്നു, രാവിലെ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് നടപ്പിലാക്കേണ്ടുന്ന ആളുകൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അരി എത്ര എന്ന ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്ന മറുപടിയാണ് പറയുന്നത്. അതാണോ പറയേണ്ടത്? അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറ്റ് ദാറ്റ് ടൈം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ ദുരന്തത്തിന് എത്രാമതായിരുന്നു സ്ഥാനം? അത് ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെയും കുഴിമന്തി കഴിക്കലിൻ്റെയും അമ്മാവൻ്റെ രോഗവിവരത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞ് 5-ാമതോ 6-ാമതോ ആയിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. ആ ഫാക്റ്റ് നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും അത് ജനങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയായിരിക്കും ഇനി മുതൽ ജനങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് എന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ അരിശം കൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും പഴംപുരാണം ഇല്ലാക്കഥ കല്ലുവെച്ച നുണ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് യാഥാർത്ഥ്യമായി തീരുമെന്ന താങ്കളുടെ മൂഢമായ വിശ്വാസമുണ്ടല്ലോ, അതാണ് അസ്ഥാനത്താവാൻ വേണ്ടി പോകുന്നത്. ഈ എം ജയചന്ദ്രൻ, ഒരുപക്ഷേ ഇന്ന് രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെ കണ്ടു. സമാനമായി ഇപ്പോൾ കൈരളി ചർച്ചയിലും നമ്മളൊരു വി ഡി സതീശനെ കാണുന്നുണ്ട്. ഈ വസ്തുതകൾ പറയുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രശ്നം, ഈ ഏകോപനമില്ലാത്തതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിഷയം, ഈ സംസ്ഥാന സർക്കാർ സർവീസിലെ അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ആയാലും ജീവനക്കാർ കാര്യക്ഷമമായി പണിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ജീവനക്കാരില്ല. ഇവർ കൃത്യമായ ആളുകളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു കണക്കുകൾ പ്രകാരം ഈ 8 ജില്ലകളിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർമാരില്ല. എന്തൊരു ദുരന്തമാണിത്. 8 ജില്ലകളിൽ, അതായത് ഇപ്പോൾ ഈ മഴക്കെടുതി ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ജില്ലകളിൽ അടക്കമാണ് 8 ജില്ലകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ. എങ്ങനെ നടക്കും ഈ ഏകോപനം? എങ്ങനെ നടക്കും? മുഖ്യമന്ത്രി നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ വരണ്ട എന്ന് പറഞ്ഞു, താങ്കൾ ചായ കുടിച്ച് കിടന്നോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് എങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? എം ജയചന്ദ്രൻ. സിജു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഒന്ന് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ചില RSSന്റെയും BJPയുടെയും പാനലിസ്റ്റുകളൊക്കെ ഉണ്ട്, നമ്മൾ കാണാറുള്ളതാണ്. നമുക്ക് അവരോടൊരു ചർച്ചയിൽ എൻഗേജ് ചെയ്യാൻ കഴിയില്ല. ആ തരത്തിൽ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അതിനെ പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റു കാര്യങ്ങളിലേക്ക്, ഇപ്പൊ ബേസിൽ പോയതുപോലെ PM ശ്രീയിലേക്ക്, മദ്യനയത്തിന്റെ പ്രശ്നത്തിലേക്ക്, വീര്യം കുറഞ്ഞ മദ്യത്തിലേക്കൊക്കെ പൊയ്ക്കളയും. യഥാർത്ഥ പ്രശ്നം അഡ്രസ് ചെയ്യില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുക എന്ന ഒറ്റ ജോലിയാണ്. ഡിസ്ട്രാക്ട് ചെയ്യുക ചർച്ചയെ. അതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എപ്പോഴും. അത്തരക്കാരോട് എൻഗേജ് ചെയ്യാൻ വലിയ പാടാണ്. ഈ ബേസിലിനെ പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കാവുന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഭാവിയിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കളല്ലേ ഇവരൊക്കെ, അവരെയൊക്കെ വെച്ചിട്ടാണല്ലോ ആ പാർട്ടിയും ഇനി മുമ്പോട്ട് വരേണ്ടത്.
സ്വാഭാവികമായിട്ടും അവരൊക്കെ പ്രതീക്ഷ വെക്കുന്ന ആ ആ ആ ഗണത്തിൽപ്പെട്ടതാണ് ഞാനൊക്കെ. പക്ഷെ നമ്മളെപ്പോലും വളരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഷ്ടമാണ് ബേസിൽ ആ തരത്തിലുള്ള താങ്കളുടെ എൻഗേജ്മെന്റ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ ഇതടക്കമുള്ള ഏത് കാര്യങ്ങളും ഭരണ നിർവഹണം നടത്തേണ്ട ചുമതല ഭരിക്കുന്ന ഗവൺമെന്റിനാണല്ലോ, പ്രതിപക്ഷത്തിനല്ലല്ലോ. അത് സ്വാഭാവികമായും ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ, ഏകോപനത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ അതൊക്കെ വിമർശിക്കപ്പെടും, വിമർശന വിധേയമാക്കപ്പെടും. കാരണം അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്, പ്രതിപക്ഷം അല്ലല്ലോ. പ്രതിപക്ഷം അക്കൗണ്ടബിൾ അല്ലെന്നില്ല, പക്ഷെ പ്രാഥമികമായിട്ടും പ്രധാനമായിട്ടും പരമപ്രധാനമായിട്ടും അക്കൗണ്ടബിളായി നിൽക്കേണ്ടത് പിന്നെ ഭരണപക്ഷമാണ്, ഭരിക്കുന്നവരാണ്. അതുണ്ടാവാതെ ഇപ്പോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ പൊന്നാനി പോയി ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ പോയി ആഘോഷം എന്നുള്ള നിലയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോട് നമുക്കൊന്നും വിയോജിപ്പൊന്നുമില്ല. അത് അവരുടെ കാര്യമാണ്, അത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. പക്ഷെ ഇവിടെ ഏത് സാഹചര്യം, ഏത് പശ്ചാത്തലം, അവിടെയാണ് പ്രസക്തി വരുന്നത്. ആ പ്രസക്തമായ കാര്യം അദ്ദേഹം ഈ ആഘോഷം നടത്തിയത്, വലിയൊരു ഉത്സവം പോലെ ഇത് കൊണ്ടാടിയത്, അത് പിന്നീടും കൊണ്ടാടപ്പെടുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതുമൊക്കെ ഏത് പശ്ചാത്തലത്തിലാണ്? സംസ്ഥാനം ഏറ്റവും കടുത്ത ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിന് ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പും ഇല്ലാന്നേ. അദ്ദേഹം സ്വന്തം പിതാവിനെ ആശുപത്രിയിൽ പോയി കാണണം. അതിനൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല, പൊതുവിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല, നമുക്ക് ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷെ ഏത് സാഹചര്യത്തിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരേണ്ടതുണ്ടോ? ഇല്ല സാർ പോയിക്കോളൂ. അങ്ങനെ സാറ് പോകുന്നു. അങ്ങനെ സാറിന് പോകാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ അത്. അപ്പൊ അതിനൊരു ന്യായം, തൊടുന്യായം കൊണ്ടുവരികയാണ്. ഞാൻ ഏതോ ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പുമായിട്ട് കാണാൻ പോയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഈ ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത് രഹസ്യമൊന്നുമില്ല, പരസ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം അല്ലാതെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഷെഡ്യൂളിൽ വേറൊന്നും കണ്ടില്ല. ഈ പിന്നെ ഭാര്യാപിതാവിനെ കാണുന്നതല്ലാതെ, ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതല്ലാതെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നതായി ഒരു ഷെഡ്യൂളിലും കണ്ടില്ല. ഇനി മുൻപൊക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമുള്ള മുഖ്യമന്ത്രി മാത്രം എടുത്തോളൂ, അവർക്ക് ഇഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണല്ലോ. എന്നാലും അദ്ദേഹം ഇൻവെസ്റ്റേഴ്സിനെ കാണുന്നത് എങ്ങനെയായിരുന്നു? ചുരുങ്ങിയത് ഏതെങ്കിലും മന്ത്രിമാരുണ്ടാവും, ഇല്ലെങ്കിൽ മന്ത്രിമാരില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊരു പട തന്നെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഈ 10 വർഷം വെച്ച് പിന്നാലെ പിണറായി വിജയൻ മാത്രമല്ല, ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരടക്കം, മറ്റു മുഖ്യമന്ത്രിമാരടക്കം ആരും ഇത്തരം ഇൻവെസ്റ്റേഴ്സിനെ കാണുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അവരുടെ ഷെഡ്യൂൾ, ഡെയിലി ഷെഡ്യൂൾ അത് ഉണ്ടാവും, ആ പർട്ടിക്കുലർ ദിവസം കൃത്യമായത് ഉണ്ടാവും. ഇതങ്ങനൊന്നും ഇല്ല, വിമർശിക്കപ്പെട്ടില്ല. അത് അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അത് പിണറായി വിജയൻ അന്ന് പോയില്ലേ? പിണറായി വിജയൻ പോയത് പാർട്ടി സമ്മേളനത്തിലല്ല. പാർട്ടി സമ്മേളനത്തിൽ 2018 തൃശ്ശൂരിൽ ഇരിക്കുമ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘം കാണാൻ വരുന്നു, അദ്ദേഹത്തെ കാണാൻ വരുന്നു. ആ സംഘത്തിന് അടിയന്തരമായി മീറ്റ് ചെയ്യണം, തിരിച്ച് പാർട്ടി സമ്മേളനത്തിൽ വരികയും വേണം. ആ ഒരു അർജൻസിയാണ് അദ്ദേഹം മീറ്റ് ചെയ്ത് തന്ന്. അതിനെ എങ്ങനെയാണ് വക്രീകരിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത്, ഈ കോർ ഇഷ്യൂവിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറി മറ്റ് പഴയ എന്തെങ്കിലും കാര്യങ്ങൾ. അതായത് താങ്കൾ അത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ താങ്കൾ അത് പറയുകയും ചെയ്തു ബേസിലിനോട്. ബേസിൽ അത് എം ജയചന്ദ്രനെ പോലെ അല്ല ഇവിടെ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും കോൺഗ്രസ് ഒരു നല്ല കോൺഗ്രസ് നേതാവായി തന്നെ ബേസിൽ വരണം, വ്യക്തമായ വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു നേതാവായി തന്നെ ബേസിൽ വരണമെന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി, എന്തായാലും ശ്രീ രതീഷ് ചക്രവാണി, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു നിക്ഷേപകനെ കാണാൻ പോകണം. അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏത് നിക്ഷേപകനാണെന്ന് ചോദിക്കുന്നു. അതെന്തിനാണ്? ഇനി ആ നിക്ഷേപം മുടക്കാനാണോ എന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദിക്കുന്നത്. പിന്നെ വേറൊരു കള്ളം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കലും പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് വിമർശിച്ചിട്ടില്ലെന്ന്. അന്ന് ഏറ്റവും കൂടുതൽ ഈ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് വി.ഡി. സതീശനാണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയ നടക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഈ മംഗലാപുരം യാത്ര പോലൊരു നിഗൂഢത ഉണ്ടോ ഈ ഹെലികോപ്റ്റർ അന്നത്തെ നിക്ഷേപകൻ കാണാൻ പോയി എന്ന് പറയുന്നതിനകത്ത്?
ഇതിൽ മംഗലാപുരം യാത്ര പോലെ ഒരു നിഗൂഢതയില്ല. ജയചന്ദ്രൻ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരത്ത് പോയത് വലിയ നിഗൂഢതയായിരുന്നു. ആ നിഗൂഢതയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് അദാനിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനി അദാനിയുടെ ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മിഷൻ സമുദ്രയൊക്കെ വന്നിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ നിഗൂഢതകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാനും ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇത് അദ്ദേഹം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി കുക്കടപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ ഏറ്റവും ആദ്യഘട്ടം കഥാപ്രസംഗികനായിട്ടുള്ള BRM ഷഫീർ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കലും വ്യക്തിപരമായ ആവശ്യത്തിന് പോയതല്ല. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായിട്ടുള്ള വേലായുധൻകുട്ടിയെ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ 20 മിനിറ്റ് ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ദേശത്തുള്ള ഒരു വീട്ടിലും ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലും ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം പോയത് മറ്റൊരു ഔദ്യോഗിക പരിപാടിക്കാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാവിലെ മുണ്ടും മാറി KSRTC ബസ്സിൽ കയറി ആരും അറിയാതെ താടിയും വെച്ച് എന്ന് ആരെങ്കിലും കാണുന്ന പരിപാടിയല്ലല്ലോ. അതിൽ പോലീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ രേഖകളുണ്ടാവും. ആ രേഖകളൊന്നുമില്ല. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇന്നലെ VD സതീശൻ്റെ ഓഫീസ് തന്നെ ലീക്ക് ചെയ്തിട്ടുള്ള ഒരു വാർത്ത കൊടുത്തു. ആ ലീക്ക് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മളെല്ലാവരും ചോദിച്ചു എന്തായിരുന്നു ഔദ്യോഗിക പരിപാടി എന്ന് ചോദിച്ചു. ഔദ്യോഗിക പരിപാടി എന്താണെന്ന് അറിയില്ല. ഏറ്റവും ഒടുവിൽ ഇന്നാണ് അദ്ദേഹം ആ വെടി പൊട്ടിച്ചത്. ഔദ്യോഗിക പരിപാടി ആദ്യം അദ്ദേഹം പറഞ്ഞു ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാനാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടി തിരുത്തി. അദ്ദേഹം പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ആ ഗ്രൂപ്പ് തമിഴ്നാട്ടിൽ ചെന്ന് വിജയനെ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഡിന്നർ മീറ്റായിട്ട് കാണാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മറ്റേ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് അവർ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അതായത് ഒരു മുഖ്യമന്ത്രിയോട് അവർ വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല, പെട്ടെന്ന് ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഇപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ നമ്മളെ അന്വേഷണത്തിലൊന്നും അത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റർ ഇല്ല. അത് ഇപ്പം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു നുണയാണ്. ഇനി അതേപോലെ താങ്കൾ പറഞ്ഞിട്ടില്ല, ഈ നുണയിലൊന്നും വലിയ പുതുമയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ പിണറായിയെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കാരണം ഇത് അങ്ങേയറ്റത്തെ ദൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം ഇപ്പോൾ ഇവിടെ ബേസിലിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബേസിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതാണ്. ഈ കോൺഗ്രസ് പ്രതിനിധികളായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും മറ്റ് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാലും ആ ചാനലുകളിലെല്ലാവരും തന്നെ നിസ്സഹായരാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ മാറ്ററിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പോലും, അതായത് ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക പോലും പറഞ്ഞൊരു വാചകം നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്ക് എന്നാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വാചകമോ ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കാരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം അങ്ങനെ ഒരായുധവുമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന കോൺഗ്രസ് അണികളും പ്രവർത്തകരുമാണ് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിന് ശേഷം അവരെല്ലാവരും എയറിലാണ്. കേരളത്തിൽ മുഴുവൻ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി കത്രിക എടുത്ത് മുറിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. ഇപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേരളത്തെ ഒരു സ്വന്തം കുടുംബമായി കാണുകയും ഇവിടുത്തെ ആളുകൾ സ്വന്തം ആളുകളാണെന്ന് കരുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ ദുരന്തം സമ്മാനിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുമോ? അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുതലപ്പുഴയിലടക്കം ആളുകൾ പോയിട്ട്, അതായത് കാണാതായി പോയിട്ട് 14 മണിക്കൂറിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം പോലും തുടങ്ങിയത്. ആ തുടങ്ങിയ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ട് പ്രഖ്യാപിക്കുന്നു സംസ്കാര ചടങ്ങിന് 10,000 രൂപ തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ള കാര്യമാണ്. അതുവരെ താങ്കൾ അവരുടെ ജീവൻ പിടിച്ചു നിർത്താനും അവരോടൊപ്പം നിന്ന് കരുത്ത് പകരാനും ഞങ്ങളുണ്ട്, കേരളമുണ്ട് കൂടെ, അതിലേറ്റവും നായകനായി ഞാനുണ്ട് എന്ന് പറയാനുമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ജ്വല്ലറിക്കാരുടെയും കുറേ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും കോഫി ഷോപ്പുകളുടെയും ഒക്കെ ഉദ്ഘാടനത്തിന് നടക്കുകയും അവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുന്ന ഒരു പണിയാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ തന്നെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തെക്കാൾ വലിയ നിരാശയിലാണ് ഈ ദുരന്തം ബാധിക്കാത്ത കേരളീയർ പോലും. ഇപ്പോൾ ബേസിൽ ഇപ്പോൾ രതീഷ് ചക്രപാണി പറഞ്ഞു നിർത്തിയെടുത്തും നേരത്തെ
ബേസിൽ പറഞ്ഞതുമായ ചില കാര്യങ്ങൾ. ബേസിൽ നേരത്തെ കുറച്ച് നേരം പറഞ്ഞത് ഈ ഞങ്ങൾ മരിച്ചവരുടെ കുടുംബത്തിന് ഇത്ര രൂപ വീതം കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്തല്ലോ, എങ്ങനെ ചെയ്തോളാം. പക്ഷേ ബേസിൽ പറഞ്ഞതിലൊന്നും എനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മഴ വരുന്നുവെന്ന് നിങ്ങൾ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. നിങ്ങളുടെ മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞത് വെള്ളം കയറും, റെസ്ക്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് ആകില്ല എന്ന് പറഞ്ഞത്. മുതലപ്പുഴയിൽ 14 മണിക്കൂറിന് ശേഷം രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാനല്ല, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് ബേസിലിൻ്റെ വാക്കുകളിൽ നിന്നും അവസാനം രതീഷ് ചക്രവാണി പറഞ്ഞു നിർത്തിയെന്നും എനിക്ക് മനസ്സിലായത്. അതായത് ഈ എന്തോരം നമ്മൾ പറഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ ഈ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കാന്നൊക്കെ പറയുന്ന പോലെ എന്തിൻ്റെയോ വാല് എതിലോ ഇട്ട് ഞാൻ നേരെ ആവില്ല എന്ന് പറയുന്ന പോലെ എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ AP അനിൽകുമാർ കേരളത്തിലെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, അതായത് എല്ലാ കളക്ടർമാരുടെയും ഏകോപനമായിട്ട് നിങ്ങൾ അന്വേഷിച്ചല്ല, നിങ്ങൾക്കത് അറിയില്ലാത്ത കാര്യമല്ല, കൃത്യമായിട്ട് ഈ മഴ, അതായത് മഴ കനത്തപ്പോൾ തന്നെ ഈ സിസ്റ്റം ചലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലായിടത്തും ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജമാക്കി. പഴകുളം മധു ഉൾപ്പെടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാവിലെ ആ ടൗൺ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹിയായിട്ടിരുന്ന ഇന്നത്തെ MLA ആയിട്ടുള്ള പഴകുളം മധുവാണ്. അവിടെ അബിൻ വർക്കി ഉൾപ്പെടെ ആ ഏറ്റവും കൂടുതൽ ബാധിച്ചാൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായ ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല. ആ ജില്ലയിലെ ചെറിയ ഇൻസിഡൻസ് ആണ് ഞാൻ പറഞ്ഞു പോയത്. പിന്നെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സഹ പാനലിസ്റ്റ് ചോദിക്കുകയുണ്ടായി. ഞാനതിന് അത്തരത്തിൽ മറുപടി നൽകാൻ എൻ്റെ സംസ്കാരം എന്നെ അനുയോജിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. അതായത് പത്തനംതിട്ടയിലെ ഒരു ക്യാമ്പിൽ ഒരു അമ്മയെ പിടിച്ച് നിർത്തിക്കൊണ്ട് CPMൻ്റെ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള ഒരാൾ പറയിപ്പിക്കുകയാണ് ഇതിനെക്കാട്ടി നല്ലത്, ഇതിനെക്കാട്ടി ഡീസൻ്റ് വിജയനായിരുന്നു എന്ന്. ഒരു പാവം അമ്മയെ പിടിച്ചു നിർത്തി. പിന്നീട് വൈകിട്ട് അമ്മ ഇത് തിരുത്തി പറയും. എന്നോട് ഈ പറയുന്ന ബിജിലിമോൻ എന്ന് പറയുന്ന ആൾ പറയിപ്പിച്ചതാട്ടോ എന്ന് പറയുകയുണ്ടായി. അതായത് എൻ്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അതായത് പോയി ചത്തൂടെ എന്നാണ് ഇതിനൊക്കെ ചോദിക്കാനുള്ളത്. അതായത് അതിനുശേഷം എന്റെ പൊന്നാങ്കർ ഞാനൊരു കാര്യം പറയാം. അടുത്തും കൂടി പറയണം, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി വരുന്നത്. തന്റെ അഭ്യാസം അതായി ഒരു കാര്യം പറയുമ്പോൾ പൂർത്തിയായി പറയണം കേട്ടോ. പറഞ്ഞോ. മറ്റുള്ള പാലിസുണ്ടായിരുന്നോ? അതായത് ബേസിൽ കള്ളം പറയുമ്പോൾ ഞാൻ ഇടപെടും. കള്ളം പറയുമ്പോൾ ഇടപെടും ഞാൻ. അതിനാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ. അതായത് ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞ് കള്ളം പറഞ്ഞു പോകുന്നത് അനുവദിക്കത്തില്ല. ആ ചർച്ചകൾ നടക്കുന്ന ബേസിലെ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ബേസിൽ കള്ളം പറയുന്നു, ബേസിൽ കള്ളം പറഞ്ഞു, കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ബേസിൽ. അതാണ് പറഞ്ഞത്. ഈ ചർച്ച ഇടപെടും ബേസിൽ, ഞാൻ ഇടപെടും. ബേസിൽ പറയൂ. ഇതെന്റെ ടൈമാണോ? പറഞ്ഞോളൂ. അല്ല കാര്യം താങ്കൾക്ക് എന്തിനാ പൊള്ളുന്നേ? CPMന്റെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ആ ചെറ്റ, ആ നാറി, അവൻ എന്താ പറയുന്നറിയോ? ഒരു അമ്മയെ വിളിച്ചിരുത്തി പറയാ ഇന്ന് വിജയനായിരുന്നു. അല്ല, ഇത്തരം പദങ്ങള് അതിന് ബേസിൽ ഉപയോഗിച്ച പദം ആ ചെറ്റ നാറി, ആ പദം ഒട്ടും ശരിയായിട്ടില്ല സുരേഷ് കുമാർ. അമ്മയുടെ മോറൊന്നുമല്ലല്ലോ. തുടക്കത്തിൽ നാണക്കേടിനെ സംബന്ധിച്ചും നാണമുണ്ടോ എന്ന് ചോദിച്ചതിനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര സമ്പന്നമായ നാവിൽ നിന്നും അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ വരികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2017 ഡിസംബർ 26 ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഇവിടെ ഓഖി ദുരന്ത ആഘാതത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോടൊന്ന് വായടച്ചു വയ്ക്കാൻ പറയൂ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വമിച്ചത് കോൺഗ്രസിന്റെ സംസ്കാരമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് മറുപടി പറയാൻ എൻ്റെ ഒരു നിലവാരം അതിന് തയ്യാറാകുന്നില്ല. എൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇപ്പോൾ വമിച്ചത് കോൺഗ്രസ് സംസ്കാരമാണ്. അത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പട്ടി ചെറ്റ എന്നൊക്കെ ഒരു CPMൻ്റെ ഏതൊരു നേതാവിനെ ഏതാനും വിളിച്ചാൽ അത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരമൊരു ചർച്ചയ്ക്കകത്ത്
അത് കോൺഗ്രസ് സംസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഈ ദുർഗന്ധപൂരിതമായി വമിച്ചത് എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. മറ്റൊന്നും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2017 ഡിസംബർ 26 തൃശ്ശൂരിൽ CPM-ൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അടിയന്തരമായി ഇവിടെ എത്തിച്ചേർന്ന ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവരാണ് ഈ ഓഖി ദുരന്ത ആഘാതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. അവരോട് ഡിസ്കഷൻ നടത്താനാണ് അന്നത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തിയത്. അതിനെ സംബന്ധിച്ച് എത്തുമാത്രം പച്ച കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. VD സതീശൻ്റെ ശിഷ്യനിൽ നിന്നും ഞങ്ങൾ ഇതിനപ്പുറം വേറൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു അമ്മയെ കൊണ്ട് നിർത്തി പറഞ്ഞ കാര്യങ്ങൾ, അമ്മയുടെ താൽക്കാലിക ജീവനക്കാരിയായ കോൺഗ്രസ്സുകാരിയായ മകൾ, ആ അമ്മയ്ക്ക് ഇനി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിൽ ആ അമ്മയ്ക്ക് അമ്മ പറഞ്ഞ അഭിപ്രായം ഉള്ളിൽ നിന്ന് വന്ന വളരെ ഗ്രാജുവലായി വന്ന അഭിപ്രായത്തെ മാറ്റി പറഞ്ഞേ മതിയാകൂ. അതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ടല്ലോ, അത് അദ്ദേഹം KPCC ഓഫീസിൽ പോയി അവിടെ KPCC പ്രസിഡന്റിൻ്റെ സീറ്റിൽ ഇരിക്കുന്നയാളിനെയാണ് വിളിക്കേണ്ടത്. പറ്റുമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, നാക്കെടുത്താൽ കള്ളം പറയാനും പിന്നെ കുഴിമന്തി കഴിക്കാനും മാത്രം വാതിറക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ വേണം വിളിക്കേണ്ടത്. അല്ലാതെ CPM-ൻ്റെ പ്രവർത്തകരെ വിളിച്ചാൽ ഈ ഷേപ്പ് എല്ലാ കാലവും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പില്ല എന്നുള്ളത് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചാനൽ ഒരു ഫ്ലോറാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ടുന്ന മാന്യതയും മര്യാദയുമുണ്ട്. അത് ആരെക്കുറിച്ചായിരുന്നാലും ശരി, അദ്ദേഹം ആങ്കറെക്കുറിച്ച് പറഞ്ഞത്, പിന്നീട് CPM-ൻ്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞത് ഒക്കെ ഈ ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഇത് കോൺഗ്രസ്സുകാർക്ക് അങ്ങ് മുകളിലുള്ളത് മുതൽ താഴെത്തട്ട് വരെയുള്ള ആളുകൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു പ്രേതബാധയാണ്, പേപ്പട്ടി ബാധയാണ്. ഈ പേപ്പട്ടി വിഷം ബാധിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ അവർ തന്നെ തയ്യാറാവുക. അതല്ല എങ്കിൽ ജനം ഇവരെ കൈകാര്യം ചെയ്യും. ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രൂപത്തിൽ ഇവരെ കൈകാര്യം ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. ഡിസ്കഷനാണ് നടക്കുന്നതെങ്കിൽ ആ ഡിസ്കഷന്റെ എല്ലാ മര്യാദയും മാന്യതയും പുലർത്തിക്കൊണ്ടുള്ള വാചകങ്ങൾ വേണം ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ല എങ്കിൽ അത് തിരിച്ചു പറയാത്തത് ഞങ്ങളുടെയൊക്കെ ദൗർബല്യമാണ് എന്ന് കരുതിക്കളയരുത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇയാൾ എന്താ പറയാനുള്ളത്? ഇയാൾ ചുക്കും പറയാനില്ല. ഈ നാട്ടിൽ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് കേരളം വിറങ്ങലിച്ച് നിന്നപ്പോൾ അദ്ദേഹം കുഴിമന്തി തിന്നുകയായിരുന്നു. അമ്മാവൻ്റെ രോഗവിവരം അന്വേഷിച്ച് ഹെലികോപ്റ്ററും എടുത്ത് അങ്ങോട്ട് പറക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്നൊരു ബേക്കറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു, തൊട്ടപ്പുറത്തൊരു ജുവലറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുത്ത പരിഗണനയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പട്ടി ചെറ്റ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. ഈ ഇത്തരത്തിലുള്ള സംസ്കാരമുള്ള ആളുകളുമായി മേലിൽ ഈ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കൈരളി തുനിയരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. വളരെ നന്ദി ശ്രീ D. സുരേഷ് കുമാർ. സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഈ ചാനൽ മുറികളിലടക്കം ചർച്ചയ്ക്കടക്കം VD സതീശന്മാർ എത്തുകയും കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും താങ്കൾ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ബേസിലടക്കമുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് കൂടുതൽ ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന ദിവസം വരും തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ബേസിൽ.